ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ പ്രത്യേകമായ വരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കും. പല വ്യക്തികളെയും ദൈവഹിതാനുസാരികളായി ജീവിച്ചവരെ നാം വേദപുസ്തകത്തിലൂടെ കണ്ടെത്തി. ഇനി ഒത്തിരി അധികം ആളുകളുണ്ട്. അവരെല്ലാം നമുക്ക് ഈ വിശകലനത്തിൽ, ഈ ചിന്തയിൽ, ഈ ചെറിയ ധ്യാനത്തിൽ ഉൾക്കൊള്ളുവാൻ എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോമ്പിൻ്റെ അടുത്ത ആശയത്തിലേക്ക്, വർജന എന്ന വിഷയത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ നാം ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച, ദൈവ സന്നിധിയിൽ സ്വന്തം ഇഷ്ടം ഏറ്റുപറഞ്ഞ പരിശുദ്ധ മറിയം. മറിയാം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് പ്രിയപ്പെട്ടവൾ എന്നുകൂടിയാണ്. ഹിതാനുസാരിയാവുക, ഹിതം നിറവേറ്റുക എന്ന് പറയുമ്പോൾ, ദൈവഹിതം നിറവേറ്റുക എന്ന് പറയുമ്പോൾ അതൊരു സഫര്യയാണ്. ഒരു ദിവസമോ 10 ദിവസമോ 5 വർഷമോ കൊണ്ടുള്ള ഒരു പരിപാടിയല്ലത്, ഒരു പ്രക്രിയയല്ലത്. ജനനം മുതൽ മരണം വരെയും ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഹിതം അല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ ഹിതം സ്വാതന്ത്ര്യമുള്ളതാണ്. ദൈവം എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ഹിതം അനുഗ്രഹദായകമാണ്. ദൈവത്തിൻ്റെ ഹിതം ഓരോരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നതല്ല, വസിലേറ്റിംഗ് അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും നമ്മോട് ഒത്തുവസിക്കുന്നതാണ്. മാറിപ്പോകുന്നതല്ല ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൽ അന്വർത്ഥമാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നു, താനും ദൈവവും ഒന്നായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മർമ്മം. പരിശുദ്ധ മറിയം കന്യകയായി ജീവിക്കുവാൻ ആഗ്രഹിച്ചവൾ. ദൈവത്തെ പ്രസാദിപ്പിക്കുക, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും എന്ന് വിചാരിച്ച് തൻ്റെ ജീവിതം കന്യത്വമാക്കി മാറ്റി ദൈവത്തിന് സമർപ്പിച്ച വ്യക്തിത്വം, അതായത് ദൈവത്തിൻ്റെ ആ എല്ലാ നന്മകളും തന്നിൽ ആവഹിച്ച വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ മറിയം. ഈ വലിയ അനുഭവത്തിൽ ദൈവം മറിയത്തോട് സംസാരിക്കുകയാണ്. കാരണം ദൈവം മറിയത്തെ പരിശോധിച്ചറിഞ്ഞു. തൻ്റെ ഹിതം നിറവേറ്റുവാൻ മറിയമാണ് ഏറ്റവും യോഗ്യ എന്ന് ദൈവം കണ്ടെത്തി. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ആരാണ് ദൈവഹിതം അനുസരിക്കുവാൻ, ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവൻ? ആര് എന്ന് ദൈവം കൃത്യമായി അറിയുന്നവനാണ്. അന്ധകരണങ്ങളെ പരിശോധിക്കുന്നവനാണ് ദൈവം. മറിയത്തെ തിരഞ്ഞെടുക്കുവാൻ കാരണം അവളുടെ ഹൃദയം നിറയെ ദൈവസ്നേഹം, ദൈവാരാധന, ദൈവഭക്തിയായിരുന്നു. ഗലീലായിൽ നസറത്തിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വലിയ പ്രാർത്ഥനയുടെ നിറവിൽ ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം ആരായുന്ന അവസ്ഥയാണെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മറിയം ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഒരാൾ ദൈവത്തിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ഹിതം ഒരാൾ ആഗ്രഹിക്കുന്നു എന്ന് വരികിൽ, ഏറ്റെടുക്കുന്നു എന്ന് വരികിൽ, അതിലേറെ ത്യാഗങ്ങളും കുരിശുകളും ബുദ്ധിമുട്ടുകളും വേദനകളും സഹനങ്ങളും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവരാജ്യത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ്. നാശത്തിലേക്കുള്ള വഴി വളരെ വിശാലമാണ്.
പരിശുദ്ധ മറിയം ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കുകയാണ്. സഹനത്തിന്റെ, സമർപ്പണത്തിന്റെ, ദൈവാന്വേഷണത്തിന്റെ വഴിയിലൂടെ അവൾ മുന്നോട്ട് നീങ്ങി. അവൾ ജീവിതത്തിൽ വിജയിച്ചു എന്നതിന് കാരണം, അതിനടിസ്ഥാനം എന്താണ്? ദൈവത്തിന്റെ ഹിതം അവൾ അന്വേഷിച്ചു. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അന്വേഷിച്ചു ജീവിക്കുന്നവരെ ദൈവം നിരന്തരം പ്രകാശിപ്പിക്കും. ദൈവമാകുന്ന പ്രകാശം അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ മറിയം എങ്ങനെയാണ് ദൈവത്തിന്റെ അമ്മയായി തീർന്ന? തെയോട്ടോക്കോസ്, ദൈവത്തിന്റെ അമ്മ, ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയവൾ തൻ്റെ ഇഷ്ടം മാറ്റിവെച്ചു. ദൈവേഷ്ടമാണ് ഒന്നാം സ്ഥാനം. അവിടുന്ന് പറയുന്നത് മാത്രം, അവൻ പറയുന്നത് ചെയ്യുവിൻ. കാനായിലെ കല്യാണത്തിന് പറയുന്നു, അവൻ പറയുന്നത് ചെയ്യും, എൻ്റെ ഹിതമല്ല. അവൻ എന്തു പറയുന്നു? കർത്താവാണ് എൻ്റെ എല്ലാം, അവൻ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. 23-ാം സങ്കീർത്തനം മറിയം ഓർത്തിട്ടുണ്ടായിരിക്കാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ അവൾ പരിശുദ്ധ മറിയം ദൈവത്തിൽ ആശ്രയിച്ചു. അത് അവൾക്ക് ദൈവ അമ്മയായി തീരുവാനുള്ള കൃപ നൽകി. ദൈവത്തിന്റെ മുൻപിൽ ഹിതം നിറവേറ്റുവാൻ, ദൈവഹിതം അന്വേഷിക്കുന്നവരെ ദൈവം വലിയവരാക്കും, ദൈവം ഉയർത്തും. മറിയം തന്നെത്താൻ താഴ്ത്തി. അവളെ ദൈവം അത്യുന്നതമായ നിലയിലേക്ക്, ദൈവത്തിന്റെ അമ്മയായി തീരത്തക്ക രീതിയിൽ ഉയർത്തി. ഇതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? ദൈവഹിതം അനുസരിക്കുന്നതിനേക്കാൾ, ദൈവഹിതം നിറവേറ്റുന്നതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? ഇല്ല. ദൈവഹിതം നിറവേറ്റുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.